കൃഷിയുടെയും കുടിവെള്ളത്തിന്റെയും സംരക്ഷണത്തിന് വർഷം തോറും ലക്ഷങ്ങൾ ചെലവഴിച്ച് താൽക്കാലിക വളയം ബണ്ട് നിർമ്മിക്കുന്നതിന് പകരം ശാശ്വത പരിഹാരമായി ഏനാമാവ് റെഗുലേറ്റർ ഉടൻ നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി. കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ നടത്തിയ ധർണ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷനായി. DC സെക്രട്ടറിമാരായ KK ബാബു, VG അശോകൻ, KB ജയറാം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KS ദീപൻ മാസ്റ്റർ, മുൻ മണ്ഡലം പ്രസിഡന്റ് റോബിൻ വടക്കേത്തല, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ KK പ്രകാശൻ, PT ജോൺസൺ, ടോണി അത്താണിക്കൽ, വാസു വളാഞ്ചേരി, ടോണി വിനീഷ്, ജനപ്രതിനിധികളായ ഭീന സേവ്യർ, പുഷ്പ വിശ്വംഭരൻ, ജിഷ സുരേന്ദ്രൻ, മരിയ ജിൻസി തോമസ്, കവിത രാമചന്ദ്രൻ, മണ്ഡലം ഭാരവാഹികളായ സ്റ്റീഫൻ നീലങ്കാവിൽ, CN പ്രഭാകരൻ, ജോസഫ് പള്ളിക്കുന്നത്ത്, AP ജോസ് മാസ്റ്റർ, ശശിധരൻ കൊട്ടേക്കാട്ട് എന്നിവർ സംസാരിച്ചു. നമ്മുടെ കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുന്നതിന് വേണ്ട സംവിധാനത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള റെഗുലേറ്ററാണ് ഏനാമാവ്. ഈ ഏനാമാവിൻ്റെ പറഞ്ഞ പോലെ തന്നെ 16 ഷട്ടറുകളും ഇന്ന് വളരെ അപകടകരമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏനാമാവ് റെഗുലേറ്റർ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.